ഏ എഴുതുക പലതല്ലയോ ഓരോ ദിവസം പല ഇതുകളല്ലയോ നടക്കുന്നത്. നമ്മളെക്കുറിച്ച് എന്തുവാ പല രീതിയിലുള്ള കള്ളക്കഥകളാണ് ഉണ്ടാക്കുന്നത്. വെറും കള്ളക്കഥകൾ. അവരുടെ മോനെ എഴുതി കൊടുത്തെന്ന്. അവരുടെ മോനല്ലാതെ പിന്നെ തള്ള ആർക്കാണ് എഴുതി കൊടുക്കേണ്ടത്? തള്ളയുടെ സ്വത്ത്. അതുപോലെ ഇവിടെ നടക്കുന്നത് എൻ്റെ കൊച്ചിൻ്റെ സ്വത്താണ് ഇത്. എൻ്റെ കാലം കഴിയുമ്പോൾ എഴുതിപ്പോലും കൊടുക്കേണ്ട കാര്യമില്ല. എൻ്റെ കൊച്ചിൻ്റെ സ്വത്താണ്. മനസ്സിലായില്ലയോ? ഇത് കണ്ടവർക്കൊന്നും ഉള്ളതല്ല, ഒരവൾക്കും ഉള്ളതല്ല. ഇത് എൻ്റെ കൊച്ചിൻ്റെ. മാളവിക ബിജു എന്നാണ് ഇപ്പോൾ അവിടെ പേര്. മാളവിക ഡി ആയിരുന്നു. അങ്ങനെ പല വേലകളാണ് ഇവന്മാർക്ക്. ഇപ്പം മാളവിക ബിജു ആക്കി. ഇങ്ങനെ അങ്ങ് സർവത്ര കള്ളത്തരങ്ങളാണ് ഇവന്മാർക്കുള്ളത്. ഇങ്ങനെ എന്തോ ഇനീഷ്യൽ മാറ്റുക എന്തെല്ലാം. അന്ന് പറഞ്ഞിവൻ എന്തോ ന്യൂമറോളജി പ്രകാരം എന്തുവാ DA ഇടാവൂ, എൻ്റെ പേരെ ഇടാവൂ, ഡി, മാളവിക ഡി. നിങ്ങൾ ഗായത്രി ചെന്ന് നോക്കിയാൽ മതി റെക്കോർഡ്സിലൊക്കെ. ഗായത്രി ചെന്ന് നോക്കണം. എൻ്റെ കൊച്ചു ഗായത്രിയിലാണ് പഠിച്ചത്, ഇവിടെ മൂന്നാംകുറ്റിയിൽ. അവിടെ ചെന്ന് നോക്കിയാൽ മതി. എൻ്റെ കയ്യിലുണ്ട് എന്തുവാ 2 ഇതും ആധാർ കാർഡ്. ആദ്യം മാളവിക ഡി, പിന്നെ മാളവിക ബിജു ആയി. ഇതൊക്കെ എന്താ ഇത്? ഇങ്ങനെ കള്ളത്തരമായിട്ട് നടക്കുക. അവൻ പറഞ്ഞതാ ന്യൂമറോളജി പ്രകാരം എൻ്റെ കൊച്ചിൻ്റെ പേര് മാളവിക DA ആകും. പിന്നെ ന്യൂമറോളജി അങ്ങ് മാറിയോ? അത് ഇവിടുത്തെ ന്യൂമറോളജിയാണ്. എന്തോ ന്യൂമറോളജി. അതുകൊണ്ട് ഞാൻ പറയും, ഈ ന്യൂമറോളജിയിലും വാസ്തു ഒന്നും വിശ്വസിക്കേണ്ട യാതൊരു കാര്യങ്ങളും ഇതിനകത്തൊന്നും ഒരു കഴമ്പുമില്ല. ഒള്ളി നിങ്ങളുടെ ജനിച്ച സമയം, അതാണ് ഏറ്റവും പ്രധാനം. ജനിച്ച സമയം പിന്നെ നിങ്ങളുടെ കൈരേഖയിലും ഉണ്ട്. അതുകൊണ്ട് അതിൽ കൂടുതലൊന്നും എങ്ങും നോക്കേണ്ട കാര്യമില്ല. ന്യൂമറോളജിയും വാസ്തുവൊക്കെ ചുമ്മാതാ. ഇതൊക്കെ നിങ്ങളെയും പല രീതിയിൽ പറ്റിക്കാനും നിങ്ങളെ സഫർ ചെയ്യിക്കാനുമുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലൊന്നും ഒരു കാര്യമില്ല. ന്യൂമറോളജിയിലും കാര്യമില്ല, നിങ്ങളുടെ ഇതിലും എന്താണ് ഈ നിങ്ങളുടെ വാസ്തുവിലും ഒന്നും ഒരു കാര്യമില്ല. പലരും ഉണ്ട് വാസ്തു ഇല്ലാതെ വീട് വെച്ചിരിക്കുന്നത്. അതുപോലെ അവിടെ ഇവിടെയൊക്കെ ഉള്ളവരൊക്കെ വാസ്തു വെച്ചിട്ടാണ്. അതൊക്കെ എന്തോ കുഴപ്പമാണ്, ചുമ്മാതാണ്. ഈ കേരളത്തിലാണ് നമ്പർ 1 കള്ളർ ഇതാക്കിയിരിക്കുന്നത്. വെറും കള്ളവുമായിട്ട് നടക്കുക. കുറേ എണ്ണം ചുമ്മാതെ കയറിയിരിക്കുക. ഈ ഓലകെട്ടി അമ്പലത്തിൽ കുറേ എണ്ണം ഫോണും പിടിച്ചിരിക്കുക അല്ലാതെ വേറൊരു ജോലിയില്ല ഇവന്മാർക്ക്. ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. നമ്മളെ നിമിഷ നേരം കൊണ്ട് കറപ്പിച്ച് എന്താ പറയുന്നത് വല്ലാതാക്കാൻ പറ്റും ഇവന്മാർക്ക്. കറപ്പാക്കാൻ പറ്റും പോയിസൺ വെച്ച്. എൻ്റെ അമ്മ വരെ കണ്ടതാണ്, സാക്ഷിയാണ് ഇതിന്. അതുപോലെയാണ് നമ്മളെ കറപ്പിക്കുന്നത്. നമ്മുടെ കളറുണ്ട്, നിങ്ങൾ ടെസ്റ്റ് ചെയ്യാം. ആരോടെങ്കിലും ചോദിച്ചു. വെറും എന്തോ ഫിൽറ്ററും ഒന്നുമില്ലാത്ത ഫോട്ടോസാണ് ഞാൻ ഫേസ്ബുക്കിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. ഒരു ഫിൽറ്ററും ഇല്ലാത്ത ഫോട്ടോസ്. ഇങ്ങനെയാണ് ഇവന്മാർ നമ്മളുടെ കറപ്പിച്ചും നമ്മുടെ സ്കിൻ ഡ്രൈ ആക്കുക, കറപ്പിക്കുക, പല കാര്യങ്ങളാണ് ഇവന്മാരുടെ കയ്യിലുള്ളത്. ഇവൻ്റെ ബിജു പി എന്ന് പറയുന്നവൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, എന്തോ ഒരു സനൽ ശിവദാസൻ എന്നോ ഏതാണ്ട് അവൻ്റെ പേര്. ഒരു ബാർബറാണ് അവൻ, കാസ്റ്റ് വഴി. അവൻ്റെ ഭാര്യയെ നിങ്ങൾ ചെന്ന് നോക്കിയാൽ അവൻ്റെ ഭാര്യയ്ക്ക് ഇതേപോലെ ഏതാണ്ടെല്ലാം ഇതാക്കി വെച്ച് സ്കിൻ ഡിസീസൊക്കെ വരുത്തി അവൻ്റെ ഭാര്യയുടെ ഒരു സിസ്റ്ററിനെ ജോണ്ടിസ് ആണെന്ന് പറഞ്ഞ് വക വരുത്തി വെച്ച് ഇവൻ സ്വത്തുമെല്ലാം അടിച്ചു മാറ്റി ഇങ്ങനെ നടക്കുക. ഇങ്ങനെ പല ഓഫീസുകളിലും ഇവന്മാരുണ്ട്. പല ഓഫീസുകളിലും ഇവന്മാർ കയറി ഇരിക്കുകയാണ്. ഇതുപോലെയാണ് കളക്ടറിനെയും സ്വാധീനിക്കാനും അവരെയൊക്കെ സ്വാധീനിക്കാനും. ഇനി വരട്ടെ, ഇതുപോലെ 2020 നടന്ന് ഇവന്മാരെൻ്റെ പ്രമാണം അടിച്ചെടുക്കാൻ കുറേ കള്ളക്കഥകളൊക്കെ നടത്തി ഇവന്മാർ. ഇന്നലെ വന്ന് ആ ചെറുക്കൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ മോനെന്തിയെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്, സുബ്രഹ്മണ്യനോട്. ഇങ്ങനെ പല കള്ളത്തരങ്ങളാണ്. നിൻ്റെ മോനെന്തിയടാന്നാ പയ്യൻ ചോദിക്കുന്നുണ്ട്. ഇവൻ്റെ മോനെ കൊണ്ട് കളഞ്ഞിരിക്കുക. അപ്പോൾ അവനെ ഇതുപോലെ കാശുമെല്ലാം തട്ടിയെടുത്ത് അവൻ്റെ സ്വത്ത് മുതലെല്ലാം പിടിച്ച് പറിച്ചേച്ച് അവനെ എവിടെയോ കൊണ്ട് കളഞ്ഞ് അവൻ്റെ പെണ്ണുമ്പിള്ള ഹണി ട്രാപ്പ് ചെയ്ത് അവനെ കല്യാണം കഴിച്ചതാണ്. ഓൺലൈൻ വഴി കല്യാണം കഴിച്ചേച്ച്, ഓൺലൈൻ വഴി ബന്ധമൊക്കെ ഉണ്ടാക്കി കല്യാണം കഴിച്ചേച്ച് അവൻ്റെ ഗൾഫിലെ ഇൻഷുറൻസും എല്ലാമായിട്ട് മുങ്ങിയിരിക്കുകയാണ്. നിങ്ങൾക്ക് തിരക്കി നോക്കാം ഇതെല്ലാം എടുപ്പിക്കണം. ഗൾഫിൽ നിന്ന് എത്ര രൂപ കിട്ടി ഇവക്കെന്നൊക്കെ, ഗൾഫ് ഇൻഷുറൻസ് വഴി എത്ര രൂപ കിട്ടി, ഇവിടുന്ന് എത്ര രൂപ കിട്ടി, ഇതെല്ലാം എടുക്കാമെങ്കിൽ ഈ സത്യങ്ങളെല്ലാം പുറത്തു വരും. ഇതൊക്കെ ആർക്ക് കൊടുത്ത്, ഇവൻ്റെ പേരിലാണോ, ഇവൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ്റെ മോനൊരുത്തനുണ്ട്, അവൻ്റെ പേരിലോ അവൻ്റെ മക്കളുടെ പേരിലോ അല്ലാതെ വേറെ ആരുടെ പേരിലോ ഇതൊക്കെ ഇട്ടേക്കുന്നതെന്നൊക്കെ തിരക്കിയാൽ അറിയാം. ഇതിനൊക്കെ നിയമ നടപടികളുണ്ട്. അവന് കിട്ടേണ്ടത് അവൻ്റെ മക്കൾക്കാണ് കിട്ടേണ്ടത്, അല്ലാതെ കണ്ടവർക്കൊന്നുമല്ല. ഇവൻ വെച്ച് അനുഭവിക്കാൻ ആരാ ഇവൻ സുബ്രഹ്മണ്യൻ എന്ന് പറയുന്നവൻ? ഇവൻ ആരാ അവൻ്റെ കാശെടുത്ത് അനുഭവിക്കാൻ? അവനെ തല്ലി ഇതാക്കി വെച്ച് ഇവൻ്റെ കാശ് ഇതുപോലെ 45 ലക്ഷം ഇവൻ്റെ കയ്യിലുണ്ടോ? ഇവൻ എന്തുവാ ചെയ്യുന്നതെന്നെല്ലാം അറിയണം. ഇവനിങ്ങനെ കള്ളു കുടിക്കാൻ നടക്കുക. അത് എന്നിട്ട് നമ്മളെക്കുറിച്ച് ഇതുപോലെ കഥ ഉണ്ടാക്കാൻ നടക്കുക. ഇവനെ പിടിച്ച് ജയിലിലിടേണ്ട സമയം കഴിഞ്ഞു. ഇവൻ അതുപോലത്തെ കള്ളനാണ്.